പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതികൾക്കെതിരെ പോലീസ് ക്രിമിനൽ ഗൂഢാലോചന കുറ്റം കൂടി ചുമത്തി. വീട്ടിലേക്ക് പോയ സിദ്ധാർത്ഥനെ തിരിച്ചു വിളിച്ചത് ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് പോലീസ് വ്യക്തമാക്കുന്നു. സുർജിത്ത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകും. സുർജിത്ത്, 120B അതുകൂടി ചേർക്കുന്നു, അതായത് ക്രിമിനൽ ഗൂഢാലോചന എന്ന വകുപ്പ് കൂടി ഇപ്പോൾ പ്രതികൾക്കെതിരെ ചുമത്തുന്നു. പോലീസ് എത്തുന്ന നിഗമനങ്ങൾ എന്തൊക്കെയാണ്? എന്താണ് മറ്റു വിശദാംശങ്ങൾ? വിജയകുമാർ, ഈ കേസുമായി ബന്ധപ്പെട്ട് കൃത്യമായ ദിശയിലേക്കാണ് പോലീസ് പോകുന്നത്. എന്തായാലും ആദ്യഘട്ടത്തിൽ, അതായത് ഈ സംഭവം നടന്നതിന് തൊട്ടു പിന്നാലെ 20-ാം തീയതിയാണ് ഇവിടുത്തെ കൽപ്പറ്റ ഡിവൈഎസ്പി ആയിട്ടുള്ള TN സജീവൻ യൂണിവേഴ്സിറ്റിക്ക് ഇതിൻ്റെ റാഗിംഗ് സംബന്ധിച്ചുള്ള അത്തരത്തിലുള്ള ഒരു നിഗമനത്തിലേക്ക് എത്തിയ സാഹചര്യത്തിൽ ഇത് റാഗിങ്ങിൻ്റെ സാധ്യത എത്രമാത്രമുണ്ട് എന്നത് അന്വേഷിക്കുന്നതിൻ്റെ ഭാഗമായി അദ്ദേഹം 20-ാം തീയതി തന്നെ യൂണിവേഴ്സിറ്റിക്ക് ഇതുമായി ബന്ധപ്പെട്ട നോട്ടീസ് നൽകിയതാണ്. പിന്നീട് അതിനുശേഷം ഈ വീട്ടിലെത്തി വീട്ടുകാരുടെ ഉൾപ്പെടെയുള്ള മൊഴികൾ വിശദമായി രേഖപ്പെടുത്തി. ബന്ധുക്കളുടെ എല്ലാം തന്നെ, സിദ്ധാർത്ഥിൻ്റെ ബന്ധുക്കളുടെ എല്ലാം തന്നെ മൊഴികൾ തിരുവനന്തപുരത്തെത്തി രേഖപ്പെടുത്തി. അതിനുശേഷം അദ്ദേഹം അന്വേഷണം തുടങ്ങി. റാഗിംഗ് സെല്ല് നൽകിയ ഈ ആളുകളുടെ പേരുകൾ പ്രകാരം അവരെ കേന്ദ്രീകരിച്ച് പോലും അന്വേഷണം നടത്തി. ഈ ഘട്ടത്തിൽ അറസ്റ്റുകൾ പൂർത്തിയാക്കി. അതായത് കഴിഞ്ഞ ദിവസം 18 പേരുടെ അറസ്റ്റും പൂർത്തിയാക്കിയിരിക്കുകയാണ്. അങ്ങനെ ഇവരെല്ലാം ആദ്യഘട്ടത്തിൽ ചുമത്തിയ കുറ്റം എന്ന് പറയുന്നത് തടഞ്ഞുവെക്കൽ, മർദ്ദനം, അതോടൊപ്പം തന്നെ ആത്മഹത്യാ പ്രേരണ തുടങ്ങിയ കുറ്റങ്ങളാണ് ചുമത്തിയത്. ഇന്നാണ് 120B കൂടി ചുമത്തിക്കൊണ്ട് ഈ കേസ് കൃത്യമായ രീതിയിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സ്ഥിതി ഇപ്പോൾ ഉണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഈ 120B ചുമത്താനുള്ള ശക്തമായ രീതിയിലുള്ള തെളിവുകൾ ലഭിച്ചു എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഇന്നത്തെ തെളിവെടുപ്പ് പോലും അതിൻ്റെ ഭാഗമായിരുന്നു. അതായത് 2 തരത്തിൽ പ്രധാനപ്പെട്ട കാരണങ്ങൾ. ഈ മർദ്ദനത്തിന് പിന്നിൽ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട്. അതായത് വീട്ടിലേക്ക് പോയ സിദ്ധാർത്ഥനെ തിരിച്ച് വിളിക്കുന്നത് 15-ാം തീയതിയാണ് തിരിച്ച് തന്നെ വരാൻ വേണ്ടി ആവശ്യപ്പെടുന്നത്. അതിന് പിന്നിൽ അത് മർദ്ദിക്കാൻ വേണ്ടി ബോധപൂർവം നടന്ന ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് ആണ് എന്നുള്ളത് തന്നെയാണ് അന്വേഷണ സംഘം കരുതുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഫോൺ രേഖകളടക്കമുള്ള വിശദാംശങ്ങൾ അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് അന്വേഷണ സംഘം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, ഈ യുവാവിനെ കൊണ്ടുപോകുന്നത് അന്ന് 16-ാം തീയതി രാത്രി 9 മണിക്ക് ശേഷം ഈ സിദ്ധാർത്ഥിനെ കൊണ്ടുപോകുന്നത് ഡാനിഷും ഒപ്പം തന്നെ രഹാൻ ബിനോയ് ഉൾപ്പെടെയുള്ള പ്രതികൾ ചേർന്ന് കൊണ്ടുപോകുന്നത് മെൻസ് ഹോസ്റ്റലിൻ്റെ മുൻവശത്തുള്ള ഒരു കുന്നിൻ മുകളിലേക്കാണ്. ആ കുന്നിൻ മുകളിൽ കാശിനാഥൻ എന്നയാൾ കാത്തിരിപ്പുണ്ടായിരുന്നു. ഈ കേസിലെ പ്രതികളാണ് ഇവരെല്ലാവരും. ആ കാശിനാഥൻ്റെ നേതൃത്വത്തിൽ മർദ്ദനം അവിടെ നടന്നു. അതിനുശേഷം നേരെ കൊണ്ടുപോകുന്നത് ഹോസ്റ്റലിലെ 21-ാം നമ്പർ മുറിയിലാണ്. SFIയുടെ യൂണിറ്റ് സെക്രട്ടറി ആയിട്ടുള്ള മുഹമ്മദ് ഇസ്ഹാൻ്റെ മുറിയാണ്. ആ മുറിയിലും വെച്ച് വളരെ വലിയ രീതിയിൽ ടോർച്ചറിങ് നടന്നു. അതിനുശേഷം പിന്നീട് നടുത്തളത്തിലിറക്കി ആക്രമിച്ചു. അങ്ങനെ ഇതിനെല്ലാം പിന്നിൽ കൃത്യമായ രീതിയിലുള്ള ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് പോലീസിൻ്റെ കണ്ടെത്തൽ. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ ഈ കുറ്റം ചുമത്തിയിരിക്കുന്നത്. ഇന്ന് വലിയ പ്രതിഷേധങ്ങൾക്ക് ശരി സുർജിത്ത്, എന്തായാലും 120B ക്രിമിനൽ ഗൂഢാലോചന കൂടി ഈ കേസിൽ പ്രതികൾക്കെതിരെ പോലീസ് ചുമത്തിയിരിക്കുകയാണ്. കേസ് കുറെ കൂടി ശക്തമാക്കുകയാണ് അന്വേഷണ സംഘം ഈ നീക്കത്തിലൂടെ ചെയ്തിരിക്കുന്നത്. സുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത്.